നമസ്കാരം. ഇന്ന് ജൂലൈ 1 പുതിയ മാസം ആരംഭിച്ചിരിക്കുന്നതായ ഒരു ദിവസമാകുന്നു. ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ഒരു ദിവസമാണ്. മാസത്തിലെ ആദ്യ ദിവസം തന്നെ ഇവർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങളുമുണ്ട്, അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഇന്നേ ദിവസം സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തേടി വരണം എന്ന്, തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരണം എന്ന് മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം നാളുകാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആശയവിനിമയ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്ന ഒരു ദിവസമായി മാറാം. വ്യക്തമായി നിങ്ങളെ ചിന്തിക്കുവാൻ സഹായിക്കുന്ന ഒരു ദിവസമായി മാറാം. കൂടാതെ വെല്ലുവിളികൾ നിറഞ്ഞ ചില കാര്യങ്ങൾ സംഭവിക്കും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വരാം. ഉപേക്ഷിച്ച് കൂടുതൽ വഴക്കമുള്ള മനോഭാവം നിങ്ങൾക്ക് സ്വീകരിക്കണം എന്ന് തോന്നുന്നതായ ഒരു ദിവസമായി മാറാം. സ്വയം പല കാര്യങ്ങളും ചിന്തിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ പങ്കാളി നിങ്ങളോട് വിയോജിച്ചു എന്ന് വരാം. നിങ്ങൾ അർഹിക്കുന്നതായ പിന്തുണ ചില കാര്യങ്ങളിൽ നൽകാൻ വിസമ്മതിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് സ്വയം പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് മാറേണ്ടതായി വരാം. അതിനാൽ അല്പം കൂടി പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം മികച്ചതായ കാര്യങ്ങൾ, സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങളോ മറ്റു നേട്ടങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം പതിവിലും അല്പം തിരക്ക് കൂടുന്നതായ ഒരു ദിവസമായി മാറാം. എന്നിരുന്നാലും ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ ദിവസം തന്നെയാകുന്നു. കാരണം പെട്ടെന്ന് ചെയ്യുന്നതായ പല കാര്യങ്ങൾ, ചിന്തിക്കാതെ ചെയ്യുന്നതായ ചില കാര്യങ്ങളാൽ നിങ്ങൾക്ക് പല വിധത്തിലും മാനഹാനി, നഷ്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അനുകൂലമാകില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ഇന്നേ ദിവസം ഏതൊരു കാര്യത്തിലും വളരെ ആത്മാർത്ഥമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ആശയങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനും അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്ന ദിവസമാണ്. ബഹുമാനം ലഭിക്കുന്ന ദിവസമാണ്. ധനത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു. ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഇന്നേ ദിവസം ദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തേണ്ടതായ ദിവസമാണ്. ഇന്നേ ദിവസം മാസാരംഭം കൂടിയാണ്. അതിനാൽ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവതയുടെ ക്ഷേത്രത്തോടൊപ്പം ദേവീ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും. ഇന്നേ ദിവസം നിങ്ങളുടെ പേരിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരവുമാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നാളുകാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. മനസാക്ഷിപൂർവം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം മാസാദ്യം കൂടിയാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാനുള്ള പ്രവർത്തനങ്ങൾ, പ്രധാനമായും ഈ മാസം അനുകൂലമായി തീരണം എന്ന പ്രാർത്ഥനയോടെ ഇന്നേ ദിവസം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. പല മാനസിക പിരിമുറുക്കങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന പ്രവൃത്തികൾ, ശ്രമങ്ങൾ നിങ്ങൾ നടത്താവുന്നതുമാണ്. അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്.
അർഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തേടി വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ കഴിവുകൾ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം ഉണ്ടാകുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്നതായ അത്തരം പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നതും പ്രശംസനീയമായി തന്നെ മാറാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് പല വ്യക്തികളുടെയും സഹായങ്ങൾ ലഭിക്കുക, തിരികെ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സമാധാനപൂർവമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസമാധാനത്തിനായി പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും തരണം ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് തെറ്റിദ്ധാരണയായി രൂപപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകണം. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിജയ സാധ്യത വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. ധനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചു എന്ന് വരാം. പല വിധത്തിലും സഹായങ്ങൾ ലഭിക്കുന്നതായ ഒരു ദിവസം കൂടിയാകുന്നു. ഇന്ന് മാസാധ്യം കൂടിയാണ്. ഇന്നേ ദിവസം തീർച്ചയായും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കൂടുതൽ ശുഭകരമാണ്. ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും ഇന്നേ ദിവസം ദർശനം നടത്തുക. ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. ഇന്നേ ദിവസം ദേവീ ക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞു പോകുന്നതും നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരം തന്നെയാകുന്നു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് പറയാം. കാരണം ഇന്നേ ദിവസം ശരിയായ രീതിയിൽ ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായി തന്നെ അത്തരം കാര്യങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് കടന്നു വരാം. വിവേചനരഹിതമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉപദേശങ്ങൾ കൃത്യമായി തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദിവസം കൂടിയാകുന്നു. പ്രസന്നതയോടെ തന്നെ തുടരുവാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. ഒരു നിമിഷം ജീവിതത്തിൽ മടുപ്പിക്കില്ല എന്നതാണ് വാസ്തവം. അതായത് ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദിവസം തന്നെയാകുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വ്യക്തിപരമായ ബന്ധങ്ങൾ സംതൃപ്തിയോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ദീർഘകാല ക്രമീകരണങ്ങൾക്ക് മാത്രം പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്രാ പദ്ധതികൾ പരമാവധി കുറയ്ക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മനസ്സിൽ ഉണ്ടായിരുന്നതായ ആകുലതകൾ അകന്നു പോകുവാനുള്ള സാധ്യതകളുണ്ട്. ശുഭകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും പെട്ടെന്ന് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം ചില രഹസ്യങ്ങളിൽ ഇടറി വീഴുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ മറയ്ക്കുവാനായി ശ്രമിക്കും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം പ്രധാനമായും വൈകാരികമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. കൂടാതെ ഇന്നേ ദിവസം കൂടുതലായും വിശ്വസ്തരായ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. കുടുംബ കാര്യങ്ങൾ വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ കാര്യങ്ങൾ, ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. തടസ്സങ്ങളുണ്ട് എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഇന്നേ ദിവസം ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോകുന്നതും ദേവീ ക്ഷേത്രത്തിലെ കുങ്കുമം അണിഞ്ഞു പോകുന്നതും കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായി തീരും. മീനം രാശി. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ മീനം രാശിയിൽ വരുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറച്ചതായ ചില തീരുമാനങ്ങൾ എടുക്കുക, ഉറച്ച പിന്തുണ നൽകുക, ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് വന്നെന്നറിയാം. കൂടാതെ ആശയവിനിമയ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാൻ സാധിക്കും.
കൂടാതെ പ്രതീക്ഷിച്ചതായ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന സാഹചര്യം വന്നു ചേരും. കൂടാതെ ഈ സമയം പ്രധാനമായും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിയോജിപ്പുകൾ വന്നു ചേരുകയും അത് പറയുകയും ചെയ്യും. പല കാര്യങ്ങളും ചെയ്യാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ പാതി മനസ്സോടെ ചെയ്യേണ്ടതായി വരാം. കൂടാതെ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും വ്യക്തമായ സാധ്യതകൾ, അനുകൂലമായ സാധ്യതകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പതിവിലും വിപരീതമായി പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മനസാക്ഷിപൂർവം പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആശയങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹായം, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ കഴിവുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാക്കുന്നു. സഹായം ആവശ്യമായി വരികയും അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. കൂടാതെ ശത്രുക്കൾ, എതിരാളികളെ ശരിയായ രീതിയിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തെറ്റിദ്ധാരണകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രകോപനപരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അതിൽ വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പ്രസന്നതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസമാണ്. ജീവിതം മടുപ്പിക്കും എന്ന് തോന്നുന്നതായ കാര്യങ്ങൾ ഒന്നും വന്നു ചേരാനുള്ള സാധ്യതകളില്ല. അതായത് അത്രമേൽ ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതല്ല. അതിനാൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം തീർച്ചയായും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിങ്ങളുടെ പേരിൽ രക്തപുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോകുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. കൂടാതെ ഇന്നേ ദിവസം തീർച്ചയായും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക. പുതിയ മാസം ആരംഭിക്കുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ ഈ കാര്യങ്ങൾ ചെയ്ത് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക.